നമസ്കാരം, അമൃതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ക്രെറ്റ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തെന്ന് പറഞ്ഞിരുന്നു. എക്സ്റ്റർ അവർ റിലീസ് ചെയ്ത് കണ്ടപ്പോഴത്തേക്ക് എക്സ്റ്ററിൻ്റെ ആ ഒരു ഡിസൈൻ ഫിലോസഫി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് തോന്നുന്നു ഇതുവരെ ഇതിൻ്റെ ഇറക്കിയ കാറുകളിൽ കുറച്ച് സ്ട്രെങ്ത്തും സ്ട്രെങ്ത് എന്ന് മാത്രമല്ല കുറച്ചും കൂടെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. അപ്പം അങ്ങനെ എക്സ്റ്റർ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്തതാണ്. അപ്പോഴത്തേക്കാണ് 2024 ഫേസ് ലിഫ്റ്റ്, ക്രെറ്റയുടെ ഫേസ് ലിഫ്റ്റ് വന്നത്. അപ്പോൾ അവരെൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്ത് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് നമുക്ക് ക്രെറ്റ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. പിന്നെ അതിനോടൊപ്പം അവരുടെ അയോണിക് 5 അത് പൂർണ്ണമായിട്ടും ഒരു ഡെഡിക്കേറ്റഡ് EV പ്ലാറ്റ്ഫോം ഒക്കെ ഉള്ളൊരു വണ്ടിയാണ്. അപ്പോൾ അത് ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആയിപ്പോയി. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു EV ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് തന്നെ ബെൽറ്റിട്ടും. അത് നമ്മുടെ നാട്ടിൽ ഇത്രയും EVs വന്നിട്ട് പല EVസും ഞാൻ യൂസർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തുകൊണ്ടുള്ള വീഡിയോസൊക്കെ കോണ്ടൻറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പലത് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്, പല സുഹൃത്തുക്കളുമായിട്ടൊക്കെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ക്രെറ്റയിൽ 3 എഞ്ചിൻ ഓപ്ഷൻസ് ഉണ്ട്. എനിക്ക് നേരത്തെ ഉള്ള എഞ്ചിൻസ് തന്നെ, നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ നേരത്തെ ഉള്ളത് തന്നെ തോന്നുന്നു. എന്നാൽ ഇപ്പോൾ ഒരു ടർബോ വേരിയൻറ്റും കൂടെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ 3 എഞ്ചിൻ ഓപ്ഷൻസ് ആണ്. ഡീസൽ എഞ്ചിൻ, 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ, അതിൽ തന്നെ മാനുവൽ ട്രാൻസ്മിഷനും ഉണ്ട്, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും ഉണ്ട്. അതുപോലെ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ, അതിൽ ഓട്ടോമാറ്റിക്കും ഉണ്ട്. IVT എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ട്രാൻസ്മിഷനാണ്, പക്ഷേ എങ്കിലും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു വേരിയബിൾ ട്രാൻസ്മിഷനാണ്. അതിൽ തന്നെ നമുക്ക് മാനുവൽ മോഡിൽ ഓടിക്കാൻ പറ്റും. പാഡൽ ഷിഫ്റ്റേഴ്സും കൂടെ അതിൽ കൊടുത്തിട്ടുണ്ട്. അത് ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ഡിസൈഡ് സ്പീഡിലൊക്കെ അത് ഓടിക്കാൻ പറ്റും. അതെനിക്ക് ഭയങ്കര ഫൺ ടു ഡ്രൈവ് ആയിട്ട് തോന്നി. എസ്പെഷ്യലി വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്പോർട്ടി കാറുകളിലൊക്കെ പാഡൽ ഷിഫ്റ്റ് ചെയ്ത് ഡ്രൈവ് ചെയ്യുന്നതിൻ്റേതായിട്ടുള്ളൊരു പെർഫോമൻസ്, ആ ഒരു ഫൺ ടു ഡ്രൈവ് പെർഫോമൻസ് എനിക്ക് അതിനകത്ത് ഫീൽ ചെയ്തു. ദാറ്റ് സൗണ്ട്സ് റിയലി ഇൻട്രസ്റ്റിംഗ്. പിന്നെ എഞ്ചിൻ ഓപ്ഷനിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ടർബോ പെട്രോൾ എഞ്ചിനും കൂടെ വന്നിട്ടുണ്ട്. അതും 1.5 ലിറ്റർ തന്നെ, ബട്ട് ഇറ്റ്സ് സൂപ്പർ പവർഫുൾ. അതിലാണ് മാനുവൽ ട്രാൻസ്മിഷനും ഉണ്ട്, DCT ട്രാൻസ്മിഷനും ഉണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ഹ്യുണ്ടായി കാർസ് എന്ന് പറഞ്ഞാൽ ലോഡഡ് വിത്ത് ടെക്നോളജി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലെവൽ 2 ADAS ഫീച്ചേഴ്സും കൂടെ അതിനകത്ത് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ADASനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് പറയുമ്പോഴത്തേക്ക് ലെയിൻ കീപ്പിംഗ് അസിസ്റ്റ്, അതായത് ഈ റോഡിൻ്റെ രണ്ട് സൈഡുകളിലും വരുന്ന ആ ഒരു വൈറ്റ് ലൈൻ, ഈ വൈറ്റ് ലൈനിനെ സെൻസ് ചെയ്തിട്ടാണ് അത് ഡ്രൈവ് ചെയ്യുന്നത്. അതായത് ഓട്ടോമാറ്റഡ് ആയിട്ട് നമ്മൾ ആ ഒരു മോഡിലോട്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിയറിംഗിൽ പിടിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ആ ഒരു കൺട്രോളിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റഡിനെസ്സിന് എന്തെങ്കിലും ഒരു ഡിസ്കംഫർട്ടോ അല്ലെങ്കിൽ അതിന് പ്രോപ്പറായിട്ട് ഈ ലൈൻ കീപ്പിംഗ്, ലൈൻ മാർക്കിങ് അതിന് മനസ്സിലാകാതെ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് അലേർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ആ വാർണിംഗ് വന്നുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റിയറിംഗിലോട്ടൊന്ന് കൈവച്ചാൽ മതി. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവിടുത്തെ റോഡ്സിലെന്ന് പറയുന്നത്, ഞാൻ കണ്ടെയ്നർ റോഡിലാണ് ഇത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തത്. ആ റോഡിൽ പോലും പല സ്ഥലങ്ങളിലും ഈ മാർക്കിങ് അത്ര പെർഫെക്റ്റ് അല്ല. അത് മേ ബി വലിയ കണ്ടെയ്നർ ലോറികളൊക്കെ ഓടിയിട്ടായിരിക്കാം, അതോ ഇത് പ്രോപ്പർ മെയിൻ്റനൻസ് ഇല്ലാത്തതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, പ്രോപ്പർലി ആ മാർക്കിംഗ് ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് പലപ്പോഴും നമുക്കൊരു ഡിസ്കംഫേർട്ടാണ്. അതായത് ഒന്ന് ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്. അപ്പോൾ ആ ഒരു ആർട്ടിൽ വളരെയധികം എന്തൂസിയാസം ഉള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അതായത് നമുക്ക് ആ ഒരു ഓട്ടോമാറ്റഡ് മോഡിൽ ഓടിക്കാൻ വലിയൊരു ബുദ്ധിമുട്ടാണ്. എനിക്കത് വളരെയധികം ബുദ്ധിമുട്ടായിട്ട് തോന്നി. ഇത് ഇപ്പോഴും മാത്രമല്ല, പല അവസരങ്ങളിൽ ഇതിനു മുമ്പ് ഞാനൊരു വാഹനം ഓടിച്ചപ്പോഴും എനിക്കത് ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ADAS ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, അതിൽ ഏറ്റവും പ്രധാനം ഫ്രണ്ടിൽ വരുന്ന ഒരു ഒബ്സ്റ്റക്കിളിനെ കണ്ടിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് ചെയ്യുന്നത്, അതൊരു സേഫ്റ്റി ഫീച്ചർ തന്നെയാണ്. ഉദാഹരണത്തിന് ഫ്രണ്ടിൽ ആരെങ്കിലും എടുത്ത് പെട്ടെന്ന് ചാടുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് ബ്രേക്ക് ചെയ്യും, വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് ചെയ്യും. പക്ഷെ അവിടെയും പ്രോബ്ലം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോണ സമയത്ത് നമുക്ക് ആ ബാക്കിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ ശ്രദ്ധിച്ചായിരിക്കും ഡ്രൈവ് ചെയ്യുന്നത്. പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഫ്രണ്ടിൽ ഒരു ഒബ്സ്റ്റക്കിൾ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇത് എമർജൻസി ബ്രേക്ക് ചെയ്യും. പക്ഷേ ബാക്കിൽ നിന്ന് വരുന്ന ആളിന് അത് ചിലപ്പോൾ ജഡ്ജ് ചെയ്യാൻ പറ്റണമെന്നില്ല. അങ്ങനെ ഒരു കൊളിഷന്, ബാക്കിലൊരു കൊളിഷനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. ഇതൊക്കെ ഞാൻ ഒബ്സർവ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയ ചില സംശയങ്ങളാണ്, അല്ലെങ്കിൽ എനിക്ക് തോന്നിയ കുറേ കൺസേൺസ് ആണ്. കാരണം ബാക്കിൽ വരുന്ന വാഹനത്തിനൊരു ബ്രേക്ക് ലൈറ്റ് വെച്ചല്ലേ അത് മനസ്സിലാക്കത്തുള്ളൂ, അല്ലാതെ അതിനൊരു വാർണിംഗ് കൊടുക്കാൻ, അല്ലെങ്കിൽ പിന്നെ അതിലും ഇതുപോലെ ADAS ഫീച്ചേഴ്സൊക്കെ ഉണ്ടാവണം. അപ്പോൾ എന്തായാലും ഫ്യൂച്ചറിലുള്ള എല്ലാ വാഹനങ്ങളിലും ADAS വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ADASൻ്റെ ലെവൽ 2 എന്ന് പറയുന്ന കോൺഫിഗറേഷനാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ADASൽ പിന്നെ കുറേ അഡീഷണൽ സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. പിന്നെ ഈ വാഹനത്തിൽ ഇപ്പോൾ അഡീഷണൽ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് 6 എയർ ബാഗ്സ് ഉണ്ട്. എനിക്ക് നേരത്തെയും കർട്ടൺ എയർ ബാഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് സംശയമുണ്ട്.
എനിവേ അതും ഒരു സേഫ്റ്റി കൺസേൺ ആണ്. പക്ഷെ ഓവറോൾ സ്ട്രെങ്ത്തിന്റെ കാര്യത്തിൽ ഞാൻ അവരുടെ ലോഞ്ച് വീഡിയോ ഇന്ന് കണ്ടു നോക്കിയായിരുന്നു. അതിനകത്ത് അവർ പറയുന്നത് കുറച്ചും കൂടെ ഹൈ ടെൻസൈൽ ആയിട്ടുള്ള സ്റ്റീലൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ക്രംബിൾ സോണൊക്കെ കുറച്ചും കൂടെ ഹാർഡൻ ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിൽ എനിക്ക് സ്ട്രെങ്ത്തിന്റെ കാര്യത്തിൽ ഡോറൊക്കെ തുറന്ന് അടയ്ക്കുന്ന സമയത്ത് ആ ഒരു ഭയങ്കര ഒരു തഡൊന്നും ഫീൽ ചെയ്തില്ല. ബട്ട് ഓക്കെ. പിന്നെ ഡിസൈൻ ഫിലോസഫി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ കാറുകളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ഔട്ട്ഡേറ്റഡ് ആയി. അതായത് ഒരു ഫേസ് ലിഫ്റ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് പ്രീവിയസ് ഇയറിൽ വാങ്ങിച്ച ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര നിരാശ തോന്നും. കാരണം അടുത്ത അപ്ഗ്രഡേഷൻ വരുമ്പോഴത്തേക്ക് ഒരുപാട് ഡിസൈൻ ചേഞ്ചസ് വരുത്തും. അത് ഇന്ത്യയുടെ കാസിലാണ് അത്രയും വലിയൊരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ഡിസൈൻ ചേഞ്ച് നമ്മൾ കാണാറുള്ളത്. ആ കാര്യത്തിൽ അവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 2023 വന്ന അപ്ഡേറ്റിൽ തന്നെ അത്യാവശ്യം നല്ല ഡിസൈൻ ആയിരുന്നു. എന്നാൽ ആ ഡിസൈനിനെ കുറച്ചും കൂടെ ലിഫ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ഫ്രണ്ട് ഗ്രില്ലൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് ഇപ്പോൾ ഇന്ത്യ ഗ്ലോബലി അവതരിപ്പിച്ച പാലിസൈഡ് എന്ന് പറയുന്ന ഒരു വലിയൊരു SUV-യുടെ അതിൻ്റെ ഒരു ഡിസൈനിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ ഒരു വാഹനം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഡിസൈനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് അതിൻ്റെ ഫ്രണ്ടിലുള്ള ആ ഒരു ഡേ ടൈം റണ്ണിങ് ലാമ്പ്, അത് ഒരു ഹൊറൈസൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഫുൾ LED ആണ്. അപ്പോൾ അത് കുറച്ചും കൂടെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു അപ്പീൽ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടെയിൽ ഗേറ്റ് എടുക്കുമ്പോഴത്തേക്ക് ടെയിൽ എൻഡിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ടെയിൽ ലൈറ്റ്സിൽ ഇതുപോലൊരു ഫുൾ സ്ട്രെച്ച് LED ആണ് കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് അതിൻ്റെ ബാക്ക് ഡിസൈൻ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ജെൻ ക്രെട്ടയിൽ നിന്ന് ഏറ്റവും വലിയൊരു വ്യത്യാസം അവർ വരുത്തിയത്, ഫസ്റ്റ് ജെൻ ക്രെട്ട ബാക്ക് അങ്ങനെ വന്ന് റൈസ് ആയിട്ടാണ് നിന്നത്. അത് എന്തോ ഒരു ചെറിയൊരു ഓക്വേർഡായിട്ട് ഫീൽ ചെയ്യുമായിരുന്നു. ഫ്രണ്ട് നല്ലതായിരുന്നു, പക്ഷേ എങ്കിലും ബാക്ക് ഇതൊരു സുഖമായിരുന്നില്ല. പക്ഷെ അത് അവർ തിരിച്ചറിഞ്ഞിട്ടായിരിക്കാം ബാക്ക് കുറച്ചും കൂടി ഒരു കൂപ്പേ പോലെ അല്ലെങ്കിൽ ഒരു റേഞ്ച് റോവറിൻ്റെ ഒക്കെ സ്റ്റൈലിൽ നന്നായിട്ട് ഡിസൈൻ ചെയ്തു. അപ്പോൾ ആ ഒരു ഡിസൈനാണ് ഇപ്പോഴും ക്യാരി ഓവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു ഫുൾ സ്ട്രെച്ച് ആയിട്ടുള്ളൊരു ടെയിൽ LED ലാമ്പ് അത് കുറച്ചും കൂടെ ഭംഗി കൊടുക്കുന്നുണ്ട്. പിന്നെ ഓവറോൾ ഇതിനകത്ത് സ്പേസ് കുറച്ചും കൂടെ കൂട്ടിയിട്ടുണ്ടാകുന്ന സംശയമുണ്ട്. അതായത് ഫ്രണ്ട് ക്യാബിനിൽ ഇവർ ഡാഷ്ബോർഡ് ഡിസൈൻ ചെയ്തപ്പോൾ കുറച്ചും കൂടെ സിമ്പിളായിട്ട് ഒതുക്കിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് കുറച്ചും കൂടെ ഒരു റൂമിനെസ്സും നമുക്ക് അകത്തിരുന്ന് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ഒരു വലിയൊരു ക്യാബിൻ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി അതിനകത്ത് ഒരു ബീച്ച് ഇൻറ്റീരിയേഴ്സ് ആണ് വന്നിരിക്കുന്നത്, ഡ്യുവൽ ടോൺ ആണ്. എന്തായാലും അതൊക്കെ ഒരു പ്രീമിയംനെസ് ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ട് വാഹനത്തിനകത്ത്. പൊതുവെ ഇന്ത്യയുടെ കാറുകളിൽ അതും എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ്. ഫോർ ദ ബഡ്ജറ്റ് അവരൊരു പ്രീമിയംനെസ് കൊടുക്കാൻ ശ്രമിക്കും. പിന്നെ ഫ്രണ്ട് സീറ്റ്സ് രണ്ടും വെന്റിലേറ്റഡ് ആണ്. അതുപോലെ കംഫർട്ടിനായിട്ട് സീറ്റ്സിൻ്റെ ലൈനിങ്ങിൽ പൈപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇരുന്ന് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ഒരു ഷോൾഡർ സപ്പോർട്ടും അല്ലെങ്കിൽ ഒരു ലംബ സപ്പോർട്ടൊക്കെ എനിക്കും ഫീൽ ചെയ്തിരുന്നു. പിന്നെ പ്ലാറ്റ്ഫോമിലൊന്നും വലിയ വ്യത്യാസമില്ല. അതുകൊണ്ട് തന്നെ അകത്തുള്ള സ്പേസിങ്ങിലൊന്നും വലിയ ഒരു വ്യത്യാസമില്ല. ഓൺലി തിങ് ആ ഒരു ഡാഷ്ബോർഡ് ഒത്തിരി കൂടെ ഒതുക്കിയിരിക്കുന്നതിൻ്റെതായിട്ടുള്ള ഒരു അഡീഷണൽ ഇൻറ്റീരിയർ റൂമിനെസ് ഫീൽ ചെയ്യുന്നു എന്നുള്ളത് മാത്രം. ട്രാൻസ്മിഷനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡ്രൈവ് ചെയ്ത് ആദ്യം പറഞ്ഞ പോലെ IVT എന്ന് പറയുന്ന ഒരു ട്രാൻസ്മിഷനാണ്. പക്ഷെ പൊതുവേ ഈ വേരിയബിൾ ട്രാൻസ്മിഷനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു നമ്മൾ പെട്ടെന്ന് ക്വിക്കായിട്ട് ഉള്ളൊരു ആക്സലറേഷനിലൊക്കെ നമുക്കൊരു റബ്ബർ ബാൻഡ് ഫീൽ ചെയ്യും. അതായത് ഒരു ഇനീഷ്യൽ ടോർക്കിൽ നമുക്ക് ആ ഒരു റബ്ബർ ബാൻഡ് എഫക്റ്റ് ഫീൽ ചെയ്യും. പക്ഷേ ഈ ഒരു വാഹനത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മാനുവലായിട്ട് പാഡൽ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ സ്പീഡിനും അനുസരിച്ചുള്ള ട്രാൻസ്മിഷനിലോട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതായത് ബെൽറ്റ് ഡ്രിവൺ ആണെങ്കിൽ പോലും നമ്മൾ എന്ത് സ്പീഡിൽ പോകാൻ ആഗ്രഹിക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് ഓരോരോ ഗിയേഴ്സ് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കാം പാഡൽ ഷിഫ്റ്റേഴ്സ് വെച്ച്. അതെനിക്കൊരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി. കാരണം വാഹനം സ്വന്തമായിട്ട് അത് ഇന്റലിജന്റ് ആയിട്ട് മനസ്സിലാക്കി ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ അവിടെ ഒരു ലാഗ് വരാം. പക്ഷേ ഇത് നമ്മൾ ആ ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്കത് മനസ്സിലാക്കിയിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ഒരു പവർ ഔട്ട്പുട്ടും ആ ഒരു ടോർക്കും നന്നായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഒരു സമയത്ത് ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ ആ പാഡൽ ഷിഫ്റ്റേഴ്സ് യൂസ് ചെയ്ത് ഡ്രൈവ് ചെയ്ത സമയത്ത് മൈലേജിൽ നല്ലൊരു മാർക്ക്ഡ് ചേഞ്ച് വരുന്നുണ്ടായിരുന്നു. ആദ്യം ഇനിഷ്യലി 10 എങ്ങാണ്ടാണ് അതിനകത്ത് കാണിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഞാൻ അങ്ങനെ ഡ്രൈവ് ചെയ്ത സമയത്ത് അതായത് കറക്റ്റിന് ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്ക് നല്ല മൈലേജ് കാണിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് 13+ ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ സസ്പെൻഷൻ്റെ കാര്യത്തിൽ പൂർണ്ണമായിട്ടും അങ്ങൊരു സോഫ്റ്റർ സൈഡിലും അല്ല, എന്നാൽ ഭയങ്കര ഒരു സ്റ്റിഫർ സൈഡും അല്ലാതെയാണ് അതിൻ്റെ പൊതുവേ സസ്പെൻഷൻ ട്യൂൺ ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഇന്ത്യൻ റോഡ് കണ്ടീഷൻസിൽ. അപ്പോൾ അതുകൊണ്ട് സോഫ്റ്റർ ആയിട്ടുള്ളൊരു സസ്പെൻഷൻ ട്യൂണിങ്ങിൻ്റെതായിട്ടുള്ള ഒരു എഫക്റ്റ് നമുക്ക് ബാഡ് റോഡ്സിലൊക്കെ അതൊരു കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. എന്നാൽ നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ടൊക്കെ പോകുന്ന സമയത്ത് പെട്ടെന്നുണ്ടാവുന്ന പോട്ട് ഹോൾസിലൊക്കെ ഒരു സ്ലൈറ്റ്ലി സ്റ്റിഫർ സൈഡിൻ്റെതായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് അവിടെ കിട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാഹനത്തിന് ഒരു സ്റ്റെബിലിറ്റി ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ കുറച്ച് വിഡ്ത്ത് ഉള്ളതിൻ്റെതായിട്ടുള്ളൊരു ബോഡി റോള് ചെറുതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. മേ ബി ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാറിൽ വിഡ്ത്ത് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോഡി റോൾ അത്രത്തോളം ഇതിനകത്ത് ഫീൽ ചെയ്യാറില്ല. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്തപ്പോഴത്തേക്ക് എനിക്കൊരു
സ്ലൈറ്റ് ബോഡി റോൾ ഫീൽ ചെയ്തിരുന്നു. പിന്നെ ടെക്കിന്റെ കാര്യത്തിൽ സൗത്ത് കൊറിയൻസിന്റെ മൊണോപ്പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇതിനകത്ത് കംപ്ലീറ്റ്ലി ഫുള്ളി ടെക് ലോഡഡ്. ഇപ്പൊ അഡാസ് ആയിരുന്നാലും ഈ നമ്മളിത് കമ്പയർ ചെയ്യേണ്ടത് ഇതിനോട് കോമ്പീറ്റ് ചെയ്യുന്ന മറ്റു വാഹനങ്ങൾ ഇത്തരത്തിലുള്ള എന്തൊക്കെ ഫീച്ചേഴ്സ് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇതിനകത്ത് ബോസിന്റെ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ഉണ്ട്, അതും ഫുള്ളി ലോഡഡ് ആണ്. പിന്നെ അതിന്റെ ഡാഷ്ബോർഡിൽ തന്നെ നമുക്ക് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് ഇടുമ്പോഴത്തേക്ക് ആ മീറ്റർ കൺസോൾ ചേഞ്ച് ആയിട്ട് അതിനകത്ത് ക്യാമറ, നമ്മളിപ്പോൾ മിററിൽ നോക്കുന്ന ആ ഒരു വ്യൂ അല്ല, സൈഡ് മിറേഴ്സിൽ നോക്കുന്ന വ്യൂ അല്ല, നമുക്ക് ഇതിനകത്ത് തന്നെ നമ്മുടെ ആ ഒരു സ്റ്റഡി ലുക്കിൽ തന്നെ അത് ഫ്രണ്ടിൽ കിട്ടുവാണ്. അതൊക്കെ ശരിക്കും അവരുടെ വളരെ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് തന്നെയാണ്. പിന്നെ ഓവറോൾ ഈ ഒരു സെഗ്മെന്റിൽ നോക്കുമ്പോഴത്തേക്ക് ഫോർ ദ ബഡ്ജറ്റ് വളരെ നല്ലൊരു ലക്ഷറി പ്രൊവൈഡ് ചെയ്യുന്ന, എന്നാൽ നല്ല ഔട്ട്സൈഡിൽ എക്സ്റ്റീരിയറിലായിരുന്നാലും ഇന്റേണലി ആയിരുന്നാലും ഇന്റീരിയറിലായിരുന്നാലും നല്ലൊരു പ്രീമിയംനെസ് ഓഫർ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത്. പിന്നെ ഓവറോൾ മെയിൻ്റനൻസ് നോക്കുമ്പോഴും എൻ്റെ പല സുഹൃത്തുക്കളും ഇതിൻ്റെ യൂസ് ചെയ്യുന്നവരൊക്കെ വീണ്ടും ഒരു അപ്ഗ്രേഡ് വരുന്ന സമയത്ത് വീണ്ടും ഇൻഡേ തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മെയിൻ്റനൻസ് കുറച്ച് ബെറ്റർ ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് 2024 ക്രെറ്റയെ കുറിച്ച് എൻ്റെ ഒരു ഒബ്സർവേഷൻ. ഞാൻ ഡ്രൈവ് ചെയ്തതിൽ നിന്നും എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തതാണ്. അപ്പോൾ ക്രെറ്റ അൺഡിസ്പ്യൂട്ടഡ് അൾട്ടിമേറ്റ്. അപ്പോൾ എന്തായാലും ഇന്ത്യൻ മാർക്കറ്റിൽ കോമ്പാക്ട് SUV എന്ന് പറയുന്ന ആ ഒരു സെഗ്മെന്റിൽ ലീഡറാണ്, അല്ലെങ്കിൽ കിങ് ആണ് ഹ്യുണ്ടായുടെ ഈ ഒരു ക്രെറ്റ എന്ന് പറയുന്ന മോഡൽ. എന്തായാലും അത് ആ ഒരു ലെഗസി കീപ്പ് ഓൺ ചെയ്യുമെന്നുള്ളതിൽ ഒരു സംശയമില്ല. പ്രത്യേകിച്ച് ഇനി ഇതിനൊരു നല്ല കോമ്പീറ്ററായിട്ട് ആദ്യം മുതലുള്ള റെനോയുടെ ലേറ്റസ്റ്റ് ഡസ്റ്റർ വരുമെന്ന് കേൾക്കുന്നു. അത് വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു കോമ്പറ്റീഷൻ കുറച്ചും കൂടെ ഒന്ന് ടഫാവും. പിന്നെ ഹോണ്ടയുടെ എലിവേറ്റ്, അതും നല്ലൊരു കോമ്പറ്റീഷൻ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എങ്കിലും ഇതെല്ലാം കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ടെക്നോളജി വൈസ്, അതായത് ഗാഡ്ജറ്റ്സ് സൈഡിൽ നോക്കുമ്പോഴത്തേക്ക് കൊറിയൻസ് ആർ സൂപ്പർ വിന്നേഴ്സ്, അതിൽ ഒരു സംശയമില്ല. അപ്പോൾ എന്തായാലും അടുത്ത് നമുക്ക് ഇന്ത്യയുടെ IONIQ 5 എന്നെ ഒത്തിരി സർപ്രൈസ് ചെയ്ത് ഒത്തിരി എക്സൈറ്റ് ചെയ്യിപ്പിച്ച ഒരു വാഹനമാണിത്. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിവ്യൂ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.